അല്ല, 10-ാം തീയതി തുടങ്ങി, ഇന്ന് 15-ാം തീയതി. ഇന്ന് രണ്ടാമത്തെ ദിവസം ഹിയറിംഗായിരുന്നു. ഇന്ന് സീനിയർ അഭിഭാഷകര് വഖഫ് ബോർഡിന് വേണ്ടിയും ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടി വാദിച്ചു. അതുകൂടാതെ പലരെയും വാദം കേട്ടു. ഇനി 22-ാം തീയതിയാണ് വച്ചിരുന്നത്. പക്ഷേ 22-ാം തീയതി കളക്ടറേറ്റില് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണിമുടക്കാണെന്ന് പറയുന്നു. അങ്ങനെയാണ് 22-ാം തീയതി സാധിക്കില്ല. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ല. 23-ാം തീയതി ആയിരിക്കും. നിങ്ങളത് പബ്ലിഷ് ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. കാര്യം 22-ാം തീയതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരോട് 22-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 22-ാം തീയതി കളക്ടറേറ്റ് പണിമുടക്കാണെന്ന് ഞാൻ അറിഞ്ഞതില്ല. ഇന്നാണ് ഇപ്പൊ ഇവര് പറയുന്ന പണിമുടക്കാന്ന്. പണിമുടക്കാണ് അവരുടെ സഹകരണം ഇല്ല, ഇവിടെ ഒന്നും നടക്കില്ല. അങ്ങനെയാണ് 23-ാം തീയതി ആയിരിക്കും കേൾക്കുന്നത്. അപ്പൊ അത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് അറിയിച്ചാൽ വലിയ കാര്യമാണ്. വേറെ എനിക്കൊന്നും പറയാനില്ല. ഇനി 22-ാം തീയതി കേട്ടാൽ മിക്കവാറും തീരുമായിരിക്കും. പറഞ്ഞവർ തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അവസാനം വേണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്ജുഡിക്കേഷൻ ബോഡി അല്ല. കമ്മീഷന് ഇത് വഖഫാണോ ഇല്ലയെന്ന് പറയാൻ തീരുമാനിക്കേണ്ട അധികാരമൊന്നുമില്ല. കമ്മീഷന്റെ അഭിപ്രായം പറയാം. കമ്മീഷന്റെ അഭിപ്രായം പറഞ്ഞ് എന്താണ് ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് കമ്മീഷന് ആലോചിക്കാം. എന്നിട്ട് എന്താണ് പരിഹാര മാർഗം, ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ചിന്തിച്ച് റിപ്പോർട്ട് കൊടുക്കും. ഇപ്പൊ ഫറൂഖ് കോളേജ് ആണ് ഈ മുത്തവല്ലിയായിട്ട് ഈ വഖഫ് പ്രോപ്പർട്ടി ദുരുപയോഗം ചെയ്തെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഫറൂഖ് കോളേജ് നഷ്ടം കൊടുക്കേണ്ടി വരുമായിരിക്കും. പലരും പല വാദഗതികൾ പറയുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഇപ്പൊ തൽക്കാലം ഞാനൊരു അഭിപ്രായമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഇനി എല്ലാവരും കേട്ട് കഴിഞ്ഞ് വേണം എന്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് കൊടുക്കാൻ. റിപ്പോർട്ട് സമയത്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം എല്ലാവരുടെയും വാദം കേൾക്കണമെന്നും അതിന്റെ തീരുമാനം. അല്ല, പരിഹാരം എന്ന് പറഞ്ഞാല് കക്ഷികൾ തമ്മിൽ ഒരു പരിഹാര മാർഗം ഞാൻ വഖഫ് ബോർഡിന്റെ അഭിഭാഷകരോട് ചോദിച്ചത് നിങ്ങൾ കേട്ട് കാണും. വഖഫ് ബോർഡും ഫറൂഖ് കോളേജും വഖഫ് ബോർഡിന്റെ ക്ലെയിം ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന്, ആൻഡ് ഫറൂഖ് കോളേജ് മുത്തവല്ലിയാണെന്ന്. മുത്തവല്ലി നിയമവിരുദ്ധമായിട്ട് വിറ്റു എന്ന് ഫറൂഖ് കോളേജ് പറയുക, അല്ല വഖഫ് ബോർഡ് പറയുന്നു. അപ്പൊ ഫറൂഖ് കോളേജും വഖഫ് ബോർഡും കൂടെ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ജനങ്ങളെ സംരക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അവരതിനെ പറയണത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഫറൂഖ് കോളേജും വഖഫ് ബോർഡുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. പിന്നെ എന്റെ ശുപാർശ ഞാൻ ഗവൺമെന്റ് കൊടുക്കും. സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കുകയാണെങ്കിൽ ഈ വഖഫിനെ ഫറൂഖ് കോളേജ് വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഫറൂഖ് കോളേജ് വഖഫിനെ വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് അല്ല, അതായത് വിറ്റിരിക്കുന്ന ഭൂമി അല്ല, അത് വളരെ വ്യക്തമായിട്ടുള്ള വാദം നടത്തിയത് ഫറൂഖ് കോളേജിന് വഖഫായിട്ട്, അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു. അത് വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് അവർ ഉപയോഗിച്ചത്. വിറ്റതിന്റെ തീർ കിട്ടിയ ആധാരത്തിന് കിട്ടിയ പൈസ, അതുകൊണ്ട് അത് വഖഫായിട്ട് ഉപയോഗിച്ചു എന്നാണ് അവരുടെ വാദം. ഭൂമി ഉടമസ്ഥന്മാർ പറയുന്നത് ഇതിൽ വഖഫ് വയലേഷൻ ഒന്നുമില്ല. വഖഫിന് വേണ്ടി കൊടുത്ത ഭൂമി, അതായത് വിദ്യാഭ്യാസമാണ് വഖഫായിട്ട് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് റിലിജിയൻ അല്ല. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത ഭൂമി വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് കിട്ടിയ ഫറൂഖ് കോളേജ് അത് വിറ്റ് കോളേജ് പണിയുക, അവരുടെ കോളേജിന് വേണ്ടി ആ പണം എല്ലാം ഉപയോഗിച്ചു. അതുകൊണ്ട് ഇത് വഖഫിന്റെ പർപ്പസ് അച്ചീവ് ചെയ്തു എന്നാണ് അവരുടെ വാദം. അല്ല, ഇത് ആധാരത്തിനകത്ത് സിദ്ദിഖ് സേട്ട് കൊടുത്തേക്കണത് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ആ ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസത്തിന് അല്ലാതെ ഈ പണം ഉപയോഗിച്ചായിട്ട് ആർക്കും ഒരു ആരോപണം ഇല്ല. അപ്പൊ ഫറൂഖ് കോളേജ് വിറ്റ് പൈസ മേടിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം അവർ നടത്തിയിട്ടുള്ളൂ. ഈ പണം കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫറൂഖ് കോളേജ് അവിടെ ചെലവഴിച്ചു. അങ്ങനെ വരുമ്പോൾ ഫറൂഖ് കോളേജ് ആണല്ലോ വഖഫായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. അല്ല, ഫറൂഖ് കോളേജ് മുത്തവല്ലിയാണ്. വഖഫ് പ്രോപ്പർട്ടി അവർ കൈകാര്യം ചെയ്തു. അവരത് കൈവശം വയ്ക്കാതെ വിൽക്കുകയാണ് ചെയ്തത്. കയ്യേറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് അവർ വിറ്റു. അവർ കേസ് ജയിച്ചു സബ് കോടതിയിൽ. അവരത് കഴിഞ്ഞ് വിറ്റു. അവർ വിദ്യാഭ്യാസ ആവശ്യത്തിന് പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഈ കൊടുത്തയാളുടെ ഉദ്ദേശം നിറവേറ്റി അത് നടപ്പാക്കി എന്നാണ് ഇവിടെ ഭൂമി ഉടമസ്ഥന്മാർ വാദിക്കുന്നത്. അവര് വില കൊടുത്ത് മേടിച്ചു, അവരെ സംരക്ഷിക്കുന്നതാണ് അവരുടെ വാദം. അപ്പൊ എല്ലാവരും കേട്ടേച്ച് ഞാൻ എന്റെ അഭിപ്രായം ഗവൺമെന്റിന് പറയും. ഇല്ല, ഉച്ചകഴിഞ്ഞ് സിറ്റിംഗ് ഇല്ല. കാര്യം ഒന്നാമത് എല്ലാവരും തന്നെ ഇന്ന് വന്നവരുടെ റെഡിയായവരെ എല്ലാം തന്നെ കേട്ടു. അപ്പൊ ഇനി 22-ാം തീയതി വെച്ച് 23-ാം തീയതി ആക്കുകയാണ്. അപ്പൊ 23-ാം തീയതി ഇതുപോലെ 10:30 ബാക്കിയുള്ളവരെ കേൾക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കമ്മീഷൻ റിപ്പോർട്ട് റെഡി ഉണ്ടാക്കും. അല്ല, സർവേ സംബന്ധിച്ചോളം പറയാണ്, ഡിജിറ്റൽ സർവേ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് അവിടെ പോയി ഓരോ വസ്തു അളക്കാൻ സാധിക്കില്ല. ഞാൻ വസ്തുവിന്റെ നിജസ്ഥിതി അറിയാനായിട്ടും സർവേ നമ്പർ അനുസരിച്ചും താമസക്കാരുടെ ഡീറ്റെയിൽസും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് അത് നോക്കി പരിശോധിച്ച് റിപ്പോർട്ടും തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റവന്യൂ അതോറിറ്റീസിന്റെ റിപ്പോർട്ട് മാത്രമേ ഞാൻ അത് ഫോളോ ചെയ്യുള്ളൂ. അതിന്റെ നിജസ്ഥിതിയിൽ അവർ തെറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. അവർ കമ്മീഷൻ ചോദിച്ചാൽ അവർ ശരിയായ വസ്തുതകൾ തന്നെ കമ്മീഷനിൽ തരും. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള തർക്കം കടലെടുത്തു പോയോ അത് മുങ്ങിത്തപ്പി നോക്കാൻ കമ്മീഷൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം റവന്യൂ അതോറിറ്റീസ് എത്ര ഏരിയ കടൽ കൊണ്ടുപോയി, എത്ര ഏരിയ പുഴപ്പുറമ്പൊക്കെ ഉണ്ട്, എത്ര ഏരിയ വിറ്റുപോയി, എത്ര ഏരിയ വേക്കന്റ് ആയിട്ടുണ്ട്, ഇതെല്ലാം അവരെ തന്നെ ഞാൻ ഫോളോ ചെയ്യും. ആ ഡേറ്റയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ റവന്യൂ അതോറിറ്റി റിലേ ചെയ്യും. അത് കളക്ടർ, റവന്യൂ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവരൊരു ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്. ഇനി അവർ ഡിജിറ്റൽ സർവേ എല്ലാം കംപ്ലീറ്റ് ചെയ്യണേ, ആ ഡീറ്റെയിൽസ് പിന്നെയും തരും. ഓക്കെ, താങ്ക് യു.